ഒന്നും രണ്ടും പ്രാവശ്യം കഴിഞ്ഞ് മൂന്നാം തവണയും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു കിടു ഫാബ്രിക്. അതായത് ഒരു ക്രഷ്ഡ് ഷിഫോൺ ടൈപ്പ്. നമ്മളിനിയിപ്പോൾ റെയിനി സീസണൊക്കെ ആകുമ്പോഴത്തേക്കും ഫംഗ്ഷനുള്ളവർക്കാണെങ്കിലും അപ്പോൾ നമുക്ക് ഓവർ വർക്കും ഇല്ല, റെഗുലർ യൂസിന് നല്ല ആ ഒരു ഫാബ്രിക്കാണ്. അപ്പോൾ ആ ഫാബ്രിക്കിൻ്റെ ഒരു ബേസ് എങ്ങനെയാണ് നിങ്ങൾ ഈ പ്ലെയിൻ ഫാബ്രിക്കിൽ നോക്കിക്കോളൂ. ഇത് വരുന്നു കണ്ടോ? ഈ പ്ലെയിൻ കളറിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ബോട്ടം ലൈനിങ് വെച്ചിട്ട് ഇപ്പോൾ ബോട്ടം ചെയ്യുമ്പോൾ നമുക്ക് കോട്ടൺ ലൈനിങ് വെച്ചിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ടോപ്പിന് എപ്പോഴും ക്രേപ്പ് തന്നെയാണ് നല്ലത്. അപ്പം നമുക്കതിൻ്റെ ഫസ്റ്റ് അതിൻ്റെ ടോപ്പ് കാണാതെ ഫാബ്രിക് ഇങ്ങനെ വരുന്നു. ഓൾ ഓവർ എംബ്രോയിഡറി വന്നിരിക്കുന്ന ആ ഒരു ലൈറ്റ് ചിക്കു പറയില്ലേ ആ കളറിൽ നല്ല ബീഡ് വർക്കാണ് വന്നത്. ത്രെഡ് വർക്ക് വിത്ത് ബീഡ് വർക്കാണ് വന്നിരിക്കുന്നത്. 320 റുപ്പീസ് പെർ മീറ്റർ, 320 രൂപ, 44 ഇഞ്ച് വിടുത്ത്. അതിന് ദുപ്പട്ടയുടെ വിടുത്തിന് ആവശ്യമായ ദുപ്പട്ട സെറ്റായിട്ടാണ് വരുന്നത്. ടു സൈഡ് ആ സ്കാലപ്പ് ചെയ്തതിന് പുറമെ കണ്ടോ അത്രയും ഹെവി വർക്ക്, നല്ലൊരു ഭംഗിയുള്ള വർക്കും അതിലുള്ളിലും നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. 300 റുപ്പീസ് പെർ മീറ്റർ. അപ്പോൾ ടോപ്പ് ദുപ്പട്ട അതിന് മാച്ചിങ് പ്ലെയിൻ കളർ, ഈ ബോട്ടം കൂടെ ചേരുമ്പോഴാണ് അതിൻ്റെ പെർഫെക്ഷൻ വരിക. ഇങ്ങനെ വരുന്നു 160 റുപ്പീസ് പെർ മീറ്റർ, 160 രൂപ. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക് അങ്ങനെ ഏത് ഫംഗ്ഷനാണോ ഏത് ഒക്കേഷനാണോ അതിനനുസരിച്ച് വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. നെക്സ്റ്റ് കളർ ഇതാ ഇങ്ങനെ വരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ബേൺട്ട് ഓറഞ്ച് കളറിൽ 320 റുപ്പീസ് പെർ മീറ്റർ, 320 രൂപ. ദുപ്പട്ട വരുന്നു 300 റുപ്പീസ് മീറ്റർ, നല്ല ഭംഗിയുള്ള രണ്ട് ആ സ്കാലപ്പ് ടു സൈഡും ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്ലെയിൻ ഫാബ്രിക് വരുന്നു 160 റുപ്പീസ് പെർ മീറ്റർ. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ സ്ക്രീനിൽ കൊടുത്ത നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുന്ന ഒപ്പം ഓരോന്നും എത്ര മീറ്റർ വേണ്ടതെന്നും കൂടെ മെൻഷൻ ചെയ്തോളൂ.